രാവിലെ മുതൽ തുടങ്ങിയതാണ് ഏറെ കേരള. ഇവരിപ്പോ മിഥുനാടന്റെ മാരേജ് ആയതുകൊണ്ട് വന്നതാണ്. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളുടെ പ്രോപ്പർ ആലപ്പുഴയിൽ. അതായത് നമ്മൾ ആലപ്പുഴ എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ എലമെൻസ് ആണോ നമുക്ക് കാണാറ് അറിയുക, അതെല്ലാം കൂടി കിട്ടുന്ന, എല്ലാം കൂടി കണക്ട് ചെയ്തിട്ടുള്ള പ്രോപ്പർ ആലപ്പുഴ. ഹൗസ് ബോട്ട്, താറാവ്, കായൽ, ബോട്ട് ചെട്ടി, അങ്ങനെയുള്ള എല്ലാം കൂടിയുള്ള പ്രോപ്പർ ആലപ്പുഴയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളപ്പോൾ നമ്മളുടെ AC റോഡ്, ആലപ്പുഴക്കാരുടെ സ്വന്തം AC റോഡിലാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മൾ കുറേ താറാവുകൾ ഇങ്ങനെ വയലിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു. അപ്പം ഞങ്ങൾ അതിൻ്റെ ഫോട്ടോ കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വന്നു. റെക്കോർഡിലാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മളിവിടെ ഫോട്ടോഗ്രാഫി മോഡിലാണ് ഗൈസ്. രണ്ടുപേരും നമുക്ക് പെണ്ണ് കാണുന്ന സമയത്ത് പെണ്ണിന് കൊടുക്കാനുള്ള ഫോട്ടോ ആയിട്ട് ഇത് മാറണം. നമ്മള് AC റോഡിൽ മാത്രമേ ഇപ്പൊ എത്തിയിട്ടുള്ളൂ ഗൈസ്. ഇവിടെ തന്നെ ഒതുങ്ങി പോകും നമ്മള്. 10 നല്ല ഫോട്ടോയ്ക്ക് വേണ്ടിട്ട് നമുക്ക് സമയമില്ല പോവാ. ഗോകുവിന് ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു, അതിന് തലവേദന ഉണ്ട്. ഇതാണ് നമ്മുടെ ആപ്സ് ക്ലൗഡ്. സൂപ്പർമാൻ ഉള്ളിലാണ്. ഇവിടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഈ റോഡ് കംപ്ലീറ്റ് വെള്ളമായിരിക്കും. ബോട്ടും ബസ്സും ഒരുമിച്ച് ഇതിലൂടെ റെഡിയാക്കി റോഡെല്ലാം. ഗോകു ഒരു കുട്ടനാട്ടുകാരനാണ്. കുട്ടനാടൻ ഗോകു എന്നായിരുന്നു പണ്ട് വിളിച്ചിരുന്നത്. അയ്യോ, അങ്ങനെയല്ല. എയ്ത്തർ സ്കൂട്ടറിന്റെ ഷൂട്ട് എടുത്തത് നമ്മുടെ താഴെ. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് ബൈക്ക് എടുത്ത് പോയത് കാണാം. ഗോകുന് ആ നാടാണോ നമ്മളിപ്പത്തെ ഗുരുപുരാണോ ഇഷ്ടം? ഇവിടുത്തേക്കാൾ പണ്ട് അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൻ പറ്റുന്നില്ല. കാരണം വെള്ളം കയറി ചുറ്റും കെട്ടി കിടക്കുന്നവർക്ക് രക്ഷപ്പെടാൻ പോലും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ സ്ഥിര അസുഖങ്ങളാണ്. പക്ഷെ അന്ന് ഡെവലപ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ബോട്ട് വരുന്നുണ്ടാ കുട്ടനാടൻ പുഞ്ചനീളെ കാറ്റു കളിയാടി. നമ്മുടെ രണ്ടുപേരും ഒരു സ്കൂളിലാണ് പഠിച്ചത്. തീരെ കാണാത്ത കോലോത്ത് ജെട്ടി എന്ന് വരുന്ന KSRTC ബസ്. ആലപ്പുഴ. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തേക്ക് വരുന്നത് കേട്ടോ. ഇത് ഇവിടുന്ന് അങ്ങോട്ടേക്ക് റോഡില്ല തോന്നുന്നുണ്ട്. ഇവർ എന്തോ ചെയ്തോണ്ടിരിക്കാൻ മനസ്സിലാവുന്നില്ല എന്താണ്. ഇതാണ് ആലപ്പുഴയിലെ ഒരു ബോട്ട് ചട്ടി, കേരള സർക്കാരിന്റെ ബോട്ട്. ഏത് ബോട്ട് ചട്ടിയാകും? കോലോത്ത് ബോട്ട്. ഇത് അടുപ്പിക്കുന്നത് നോക്കിക്കേ. ഇതെങ്ങനെ കയറി? കുറച്ച് റിസ്ക് അല്ലേ കയറി? ഇത് ബോട്ട് പോണം. നമ്മൾ നേരത്തെ കണ്ടപ്പോൾ വെച്ച അതില്ലേ, ആ ജങ്കാറ് പോലത്തെ, അതിപ്പോൾ എടുത്ത് അവർ സൈഡിലേക്ക് മാറ്റി വെച്ച്. അവിടേക്കും ഇവിടേക്കും പോകേണ്ട ഹൗസ് ബോട്ടുകളും നോർമൽ ബോട്ടുകളും എല്ലാ വള്ളവും എന്താണെങ്കിലും ഈ ഒരു സമയത്ത് അവർ തുറന്നു കൊടുത്തുകൊണ്ടാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. ഞങ്ങളൊരു പാലത്തിലേക്ക്. ഏത് പാലവും അത്? മുട്ടേപ്പാലം. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഇന്നത്തെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നോർമൽ കേരളത്തിൽ എല്ലാവർക്കും അറിയുന്ന ആലപ്പുഴ, നോർമൽ ആലപ്പുഴ എന്താണോ അത് ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കാൻ. ജിമോദേട്ടനും റോഷനും അർണാണ്ടൊക്കെ നാളെ പോകും. ഞങ്ങൾ നാളെ നൈറ്റാണ് പോവാ. പക്ഷെ ഞങ്ങൾ പിന്നെയും വരുമല്ലോ. ഇവരിപ്പം മിഥുനാടൻ്റെ മാരേജ് ആയതുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഇവർക്ക് നോർമൽ ആലപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള നോർമൽ എല്ലാവർക്കും അറിയുന്ന ആലപ്പുഴയിലെ കുറച്ച് സീൻസ് കാണിച്ചു കൊടുക്കണം. അല്ല നമ്മൾ ടൗൺ ഏരിയ ആണല്ലോ. ടൗണിൽ നിന്ന് നമ്മൾ AC റോഡ് വഴി ജസ്റ്റ് വയലും കായലും ബോട്ടും എല്ലാം
കാണുന്ന സ്ഥലത്തേക്ക് വന്നത്. റോഷനായിരുന്നു നിർബന്ധം. അവന് ആലപ്പുഴ, ഞാൻ ആലപ്പുഴ വന്നിട്ടുണ്ടെന്നുള്ള സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്ന കുറച്ച് സീൻസ് അങ്ങനത്തെ എല്ലാം തപ്പിപ്പോയതാ. ഞാനും പക്ഷെ ഫസ്റ്റ് ടൈം ആട്ടോ ഇങ്ങനത്തെ ഒരു ഇതിലൂടെയൊക്കെ വരുന്നത്. കാറിലോ അല്ല വണ്ടിയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ടെങ്കിലും ബോട്ടിൽ വന്നിട്ട് ഹൗസ് ബോട്ടിലൊരു തവണ ഞാൻ ഈ ഏരിയയിലൂടെ വന്നിട്ടുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇങ്ങനെ ഈ സൈഡിലൂടെ നടക്കുന്ന രീതിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഹൗസ് ബോട്ട് ഉണ്ട്. ഇതാണ്ട അടുത്തൊരു ചെറിയ ബ്രിഡ്ജ്. അവിടെ ദ്രവിച്ചിരിക്കാണ്, സൂക്ഷിക്കണേടാ. ഒരു ആട്ടം ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്നേ. പേടിക്കണ്ട. ഒന്നും സംഭവിക്കില്ല. യെസ്, നമ്മൾ അങ്ങനെ ആ പാലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ പാലം കഴിഞ്ഞ് അപ്പുറത്ത് കാണുന്ന പള്ളി നമ്മളെ സൗണ്ട് തോമയുള്ള പള്ളിയാണോ? അത് പുളിങ്കുന്നാന്ന്. നിറങ്ങൾക്കാകുമോ അതേ തോമായോ. പൊന്നേ, എത്ര റിസ്ക് ആയിരുന്നല്ലോ ഭവനത്. ആ ഗോകു ഇപ്പോഴെങ്കിലും എന്നെ ഓർമ്മ വന്നല്ലോ. അയ്യോ ഞാനും വരുന്ന പറഞ്ഞിട്ട് എന്നെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോകും പ്ലീസ്. കടലികൾ വിളിക്കുന്നുണ്ടവളെ നിലവയിൽ വളയിട്ട കൈയോടെ. ഇതാണ് നമ്മള് സിനിമകളിലൊക്കെ കണ്ട്. ഏതാ ആലപ്പുഴ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഓർമ്മ വരുന്നുണ്ടാ കായല്, ബോട്ട്, താറാവ്, പാലം, പിന്നെ നോർമലായിട്ട് നമ്മുടെ തടിപ്പാലം, പിന്നെ ചെറിയ ചെറിയ ബോട്ടുകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് എത്തില്ലേ. അതാണ് ഇവിടെ. നമ്മൾ കുറച്ച് വണ്ടി നിർത്തി കുറച്ച് നടന്നു. കുറച്ച് റിസ്കി റോഡായിരുന്നു. ഡെയിലി പോകുന്ന ആൾക്കാർക്ക് ഈസി ആയിരിക്കും. നമ്മൾ പിന്നെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടമൊക്കെ കിട്ടി. പക്ഷേ ഇതാണ് ആലപ്പുഴ. ഞാൻ ഫുൾ വ്യൂ കാണിച്ചത്. നല്ല മരത്തിൻ്റെ തടിപ്പാലം. ഇത് ബോട്ട് ജെട്ടിയാണ്. തടിപ്പാലം, അവിടെയൊക്കെ ഉള്ള ചെറിയ ചെറിയ വീടുകൾ, പാലം, പിന്നെ അവിടേക്ക് ഹൗസ് ബോട്ടുകൾ പോലെ നിർത്തി വെച്ചിട്ടുണ്ട്. ഇവരുടെ പള്ളി ഇതാണ്. നമ്മൾ നേരത്തെ ആ പാലം വഴി വന്നായിരുന്നു കേട്ടോ. ഇതാണ് ആലപ്പുഴ അല്ലേ? നിങ്ങളും കേട്ടറിഞ്ഞിട്ടില്ല ആലപ്പുഴയുടെ ഒരു ഹൃദയഭാഗം ചിലപ്പോൾ ഇതായിരിക്കും. സ്പോട്ട് അത് ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്നറില്ലല്ലോ റോഷൻ. ഞാൻ ചെറുപ്പത്തിലൊക്കെ കേട്ടറിഞ്ഞ സിനിമകളിലൊക്കെ കണ്ടറിഞ്ഞിട്ടുള്ള ആലപ്പുഴ എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് ചില എലമെന്റ്സ് ഉണ്ട്. ആ എലമെന്റ്സ് ഇവിടെ ഉണ്ട്. പ്രോപ്പർ ആലപ്പുഴ കണ്ടോ റോഷ? ഇഷ്ടായോ? എന്താണ് റോഷന്റെ ഇൻസ്റ്റാഗ്രാം നോക്കിയിട്ടുണ്ട്. ഫുള്ള് അവൻ ബാക്കോടെ തിരിഞ്ഞിരിക്കുന്ന ഓട്ടായിരിക്കും. പക്ഷെ ഇവിടെ ഇങ്ങനെ വന്നിരുന്ന സമയം പോണ അറിയത്തില്ല അല്ലേ? എവിടെയോ നിർത്തിയിട്ടേ റോട്ടിൽ ഞങ്ങൾക്ക്. അയ്യോ നിങ്ങൾക്ക് പക്ഷെ ഇത് ആടുന്നുണ്ടെങ്കിൽ പേടിയാവുന്നുണ്ട്. അത്ര നമുക്ക് പോണ്ടേ? സായിപ്പും മദാമിയും അവരോട് ഞങ്ങൾ ആകെ ചോദിക്കാൻ പറ്റിയ സാധനം ആ ഒരു സാധനം മാത്രമേ അറിയുള്ളൂ. ഇംഗ്ലീഷ് ചെറുപ്പമല്ലേ. അപ്പൊ എല്ലാ ഏത് സായിപ്പരെ കണ്ടാലും വേറെ ആർ യു ഫ്രം ഗിവ് മീ വൺ പെൻ. ഇവരാണെങ്കിൽ ലൈറ്റ് എത്തുന്ന പേന, ഭയങ്കര ഫാൻസി പേനൊക്കെ എടുത്ത് മേടിച്ചു. കുറെ മിഠായി മേടിച്ചിട്ട് ഇപ്പൊ ഒരു ബോട്ടെ പോകുന്നവർക്ക് എറിഞ്ഞു തരും. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ തോണ്ടി എടുക്കും. വേറെ ഞങ്ങൾ ചെയ്യണം.
അപ്പോൾ ഞങ്ങൾക്ക് ചെറിയ കണക്കിന് ഡോളേഴ്സും തരും മരുന്നടിക്കും. ചെറിയ കോയിനായിരുന്നു. അപ്പോൾ ഞങ്ങൾ കോയിൻ മേടിച്ചിട്ട് കോയിനൊക്കെ കൊടുത്ത് പറ്റിച്ചു. പക്ഷേ പറ്റിക്കലാന്ന് നമുക്കാണ്. എനിക്ക് കിട്ടുന്ന ഡോളറാണ് നമുക്കറിയാം. 50 പൈസ 25 പൈസ കടത്തിന് ഞങ്ങള് ഡോളർ കൊടുത്ത് ചോടും. ഹേ പൊന്നരിവാളിൻ തുമ്പത്ത് കതിരൊളി മൊത്തം വയ്ക്കുമ്പോൾ തീരത്ത് വീഴുമ്പോൾ അവളുടെ കനവിനു പുതുനിറമരുളിയ കുട്ടനാടൻ കുഞ്ചമേളെ കളിയാടി. രാവിലെ മുതൽ തുടങ്ങിയതാണ് ഏറെ കേരള. അവിടുത്തെ കാലാവസ്ഥ എന്താന്നുള്ളത് ചോദിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡയറക്റ്റ് വന്ന് ചോദിച്ചാൽ മതി, ഈ കമന്റിൽ വന്ന് ചോദിച്ചാലും മതി. നല്ല കാലാവസ്ഥ. അല്ല 5:30 എന്താ ചെല്ലുന്നത്? സൂട്ടിടണം. നമ്മളൊരു സൂട്ടിട്ട് സെറ്റ് ആയതിനു ശേഷം അങ്ങനെ റിസപ്ഷന് അടിപൊളി വേറെ ലെവലും.